ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് തോരനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഇത് ചെറിയൊരു മധുരം കൂടി ഉണ്ടല്ലോ ക്യാരറ്റിന്, അപ്പോൾ നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇടത്തരം 4 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ചെറിയ എരിവുള്ള പച്ചമുളകാണ്, ഒരു 3 എണ്ണം ഞാൻ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും പച്ചമുളകും സവാളയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂട തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒന്ന് ഇളക്കി മറിച്ചിടണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ കേട്ടോ. ഒരുപാട് തേങ്ങ ചേർക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.